ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി കാണാം കേട്ടോ. ചോറൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതാ ഈ ഒരു കറി ഉണ്ടെങ്കിലേ ഇനി നമുക്ക് വേറൊരു കറിയോ വേറൊരു സൈഡ് ഡിഷോ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല സിമ്പിളായിട്ടും തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ചോറിന് മാത്രമല്ല ദോശയ്ക്കും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായില്ലേക്കാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റിനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 തക്കാളി വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് വലിപ്പമുള്ള തക്കാളിയാണ്, രണ്ടെണ്ണം അധികം വലിപ്പമില്ലാത്ത ചെറിയ സൈസായിട്ടുള്ള തക്കാളിയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്കിതാ ഒരു ചെറിയൊരു പീസ് പുളിയും ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് റെഡിയാക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിത്തൊടിയതിന് ശേഷം നമുക്ക് ഒരു നുള്ളി ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ കടുകൊക്കെ പൊട്ടിത്തൊടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടുക് ഒരുപാട് അങ്ങ് കളർ മാറി വരുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഒരു പിഞ്ച് നമ്മൾ ഇതിലേക്ക് ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് അതുപോലെ തന്നെ ഒരു പിഞ്ചോളം ചെറിയ ജീരകില്ലേ നമ്മൾ വെള്ളമൊക്കെ കാച്ചുന്നത് അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കിതിലേക്ക് കുറച്ചൊരു 1/4 ടീസ്പൂണോളം നമ്മൾ ഉഴുന്നുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കളർ മാറി വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വീണ്ടും ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ ചുവന്ന മുളകില്ലേ അത് 1 2 എടുക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ചെറിയൊരു പീസ് ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. 5 6 വെളുത്തുള്ളി തൊലി കളയാതെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുകൾ ഭാഗത്ത് തൊലി ഒന്ന് കളഞ്ഞെടുത്തിട്ട് ഇതുപോലെ നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഒന്ന് കളറൊന്ന് മാറ്റിയെടുത്താൽ മതി. ഒരുപാട് അങ്ങ് കളർ മാറ്റിയെടുക്കണ്ട. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമല്ലോ അതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരുവിധം ഒന്ന് നമ്മളെ വെളുത്തുള്ളിയും ഇഞ്ചിയിലൊക്കെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ, തക്കാളിയും പുളിയും നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അതങ്ങ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു തക്കാളി നന്നായിട്ട് തിളച്ചിട്ട് ഒന്ന് വെള്ളമൊക്കെ അങ്ങ് വറ്റിയിട്ട് നമ്മൾ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്ന പരുവത്തിലൊന്നായി കിട്ടണം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കുറുകി എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ തക്കാളിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് കുറുകി എണ്ണ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് പൊടിയൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം നമ്മൾ സാമ്പാർ പൊടി ഉണ്ടല്ലോ അതാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോ ഒരു 1/4 ടീസ്പൂൺ സാധാ മുളക് പൊടിയാണെങ്കിൽ 1/4 ടീസ്പൂണോളം മതിയാവും. ഇനി കാശ്മീരി ചില്ലി പൗഡർ ആണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ എടുക്കുന്നത് കൊണ്ട് തന്നെ 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഇതിലേക്ക് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ സാമ്പാർ പൊടിക്ക് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കുക. ഈ ഒരു സമയത്ത് തന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ ഈ ഒരു കറി നന്നായിട്ട് കുറുകിയിട്ടുള്ള കറി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി കുറച്ച് ലൂസായിട്ടുള്ള കറിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1/2 കപ്പ് മുതൽക്ക് 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. നമ്മൾ ഈ 1/2 കപ്പ് വെള്ളം ചേർത്താൽ തന്നെ ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അധികം ടൈറ്റായിട്ടും ഉണ്ടാവില്ല, അധികം ലൂസായിട്ടും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നും ചേർക്കാനില്ല കേട്ടോ. അപ്പോൾ നമ്മളെ കറി ഏകദേശം ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഒന്ന് തിളച്ച് ഒന്നുകൂടി ഒന്ന് കുറുക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മളെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു കറി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചൂടോടുകൂടി തന്നെ നമ്മളിതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ടല്ല കേട്ടോ ചേർക്കുന്നത്,
ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ആട്ടോ അതിലേക്ക് നമ്മൾ മല്ലിയിലയും കുറച്ചുകൂടിയും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിയെന്നോ രസമെന്നോ ഒക്കെ ഇതിനെ വിളിക്കാൻ വേണ്ടി പറ്റുമേ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് പിന്നെ കാണാം. ബൈ. താങ്ക് യു.